പച്ചയായ മനുഷ്യൻ്റെ ആൾരൂപമായ കലാകാരൻ, വരകൾ കൊണ്ടും വർണ്ണങ്ങൾ കൊണ്ടും വിസ്മയം തീർക്കുന്ന മാന്ത്രികൻ, പരിചയപ്പെടുന്ന ആരും മറക്കാത്ത വ്യക്തിത്വം, വരകൾ കൊണ്ടെന്ന പോലെ മനഃശക്തി കൊണ്ടും ഇന്ദ്രജാലം കാട്ടാൻ കഴിവുള്ള മനുഷ്യൻ, പലപ്പോഴും യുക്തിയുടെ അതിർവരമ്പുകൾ ലംഘിച്ച വ്യക്തി, ജാടകളുടെ പർവ്വതങ്ങളെ നിഷ്പ്രഭമാക്കും വിധം ശാന്തനായി സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച് തൻ്റെ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും കലാസ്നേഹികളുടെയും കലാകാരന്മാരുടെയും ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ മനുഷ്യസ്നേഹി. എത്ര പറഞ്ഞാലും തീരാത്ത അനുഭവ സാക്ഷ്യങ്ങൾ സൃഷ്ടിച്ച ഒരു യഥാർത്ഥ കലാകാരനാണ് ജി ഉണ്ണികൃഷ്ണൻ എന്ന ചിത്രകാരൻ. മാവേലിക്കര രാജാ രവിവർമ്മ ഫൈനാൻസ് കോളേജിലെ ചിത്രകലാ അധ്യാപകൻ, ചിത്രകലാ വിഭാഗം മേധാവി, റിട്ടയേർഡ് പ്രിൻസിപ്പൽ, 2006-2010 വർഷങ്ങളിലെ സംസ്ഥാന അവാർഡ് ജേതാവ്, പ്രശസ്തരായ പല ചിത്രശില്പകാരന്മാരുടെയും ഗുരുനാഥൻ എന്നീ നിലകളിൽ ഖ്യാതി തെളിയിച്ച ഒരു പ്രതിഭയായിരുന്നു ജി ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുള്ള ലാളിത്യവും സത്യസന്ധതയും ആത്മാർത്ഥതയും ആരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. വരകൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന കലാകാരൻ. വരയുടെ അനന്ത സാധ്യത നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളിലൂടെയും ദർശിക്കാൻ കഴിയും. ചിത്രപ്രതലത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും തുടങ്ങി ചിത്രപ്രതലം മുഴുവൻ നിറഞ്ഞൊഴുകുന്ന മനുഷ്യരൂപങ്ങളും അവയുടെ പ്രവർത്തികളും ജീവിതവും ദൃശ്യമാക്കുന്ന ആൾക്കൂട്ടങ്ങളാണ് അദ്ദേഹത്തെ മറ്റു കലാകാരന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. എത്ര കണ്ടാലും മതിവരാത്ത, വായിച്ചു തീർക്കാൻ കഴിയാത്ത ഒരു തുറന്ന ഭീമാകാരമായ പുസ്തകങ്ങളാണ് ജി ഉണ്ണികൃഷ്ണൻ്റെ ഓരോ ചിത്രങ്ങളും. ഗൂഗിൾ മാപ്പിനെ വെല്ലുന്ന തരത്തിലുള്ള ഭാവനാസമ്പന്നമായ ചിത്ര സംവിധാനം. റോഡുകളും ഇടവഴികളും പള്ളികളും അമ്പലങ്ങളും ചന്തകളും പലവിധ വ്യവഹാരങ്ങളും തുടങ്ങി അനേക സംഭവങ്ങളും ദൃശ്യങ്ങളും കോർത്തിണക്കിയതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ രേഖാചിത്രങ്ങളും പെയിൻറ്റിങ്ങുകളും. വർണ്ണവിസ്മയം തീർക്കുന്ന ആ മാസ്മരികത ഒരു കാഴ്ചക്കാരനും മറക്കാൻ കഴിയില്ല. ചിത്രങ്ങളെപ്പറ്റിയും ചിത്രകലാ ചരിത്രത്തെപ്പറ്റിയും ചിത്രശൈലികളെപ്പറ്റിയും ലോകം ശ്രദ്ധിച്ചിട്ടുള്ള മുൻ കലാകാരന്മാരെ പറ്റിയും അഗാധമായ അറിവും അത് ആവശ്യമുള്ളവർക്ക് പകർന്നു നൽകാൻ മനസ്സുമുള്ള ഒരു പ്രതിഭയായിരുന്നു ജി ഉണ്ണികൃഷ്ണൻ എന്ന ചിത്രകാരൻ. 2023 ഫെബ്രുവരി 17 അദ്ദേഹത്തിൻ്റെ 63ാമത്തെ വയസ്സിൽ നിറങ്ങളും വരകളും നിറഞ്ഞ ആ പളുങ്ക് പാത്രം കാലത്താൽ തച്ചുടയ്ക്കപ്പെട്ടു.